കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൻ്റെ സൂഫിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മമ്പുറം സയ്യിദ് അലവി തങ്ങന്മാരിലൂടെ കേരളത്തിൽ സജീവമായ ഒരു ഹലർമി സൂഫിസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. 18-19 നൂറ്റാണ്ട് കാലത്ത് കേരളത്തിൽ പ്രചാരം നേടുകയും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം നേടുകയും ചെയ്ത ഒരു ആത്മീയ തലം മമ്പുറം തങ്ങന്മാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ അക്കാദമിക ചരിത്രങ്ങളിൽ മമ്പുറം തങ്ങന്മാരെ കേവലം ഒരു പോരാളി എന്നുള്ള അർത്ഥത്തിൽ മാത്രം ന്യൂനവൽക്കരിക്കുന്ന ഒരു പ്രവണത വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മലബാറിൻ്റെ ഒരു ഹിസ്റ്ററിയും 18-19 നൂറ്റാണ്ടിലെ കേരളത്തിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ തങ്ങന്മാരുടെ ഇടപെടലും നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു ആത്മീയ പ്രഭാവവും വ്യക്തിത്വവും സാന്നിധ്യവും തന്നെയാണ് ഇവിടുത്തെ സർവ്വമാറ്റങ്ങൾക്കും അടിസ്ഥാന കാരണമായിട്ട് വർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത. കേരളത്തിൻ്റെ സൂഫിസത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ മുസ്ലിം ലോകത്ത് അതല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഒരു വ്യവസ്ഥാപിത രൂപത്തിൽ തസവുഫ് രൂപീകരിക്കപ്പെടുന്നതിനെ തുടർന്ന് തന്നെ മലബാറിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. 11-12 നൂറ്റാണ്ടുകളിൽ തന്നെ തസവുഫിൻ്റെ സംഘടിത ആധ്യാത്മിക സരണികൾക്ക് മലബാറിൽ ആരംഭം കുറിക്കുന്നത് കാണാം. ഇബ്നു ബത്തൂത്തെ പോലെയുള്ളവർ അവരുടെ സഞ്ചാര കൃതികളിൽ തന്നെ അവർ 1300കളിൽ കേരളം സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ നേതാക്കൾ ജീവിച്ചതിനെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നുണ്ട്. മാത്രവുമല്ല സെബാസ്റ്റ്യൻ പ്രാങ്കെ പോലെയുള്ളവരുടെ മൺസൂൺ ഇസ്ലാം പോലെയുള്ള പഠനങ്ങൾ 1500കൾക്ക് മുമ്പ് വളരെ സജീവമായി കൊണ്ട് തന്നെ കേരളത്തിൽ ആധ്യാത്മിക സരണികൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. മാത്രവുമല്ല മൊഹീദ്ദീൻ മാലയ്ക്ക് മുമ്പുള്ള ഒരു പ്രീ മൊഹീദ്ദീൻ മാല കാലഘട്ടത്തിൽ ധാരാളം സൂഫി സരണികൾ ത്വരീഖത്തുകൾ മലബാറിൽ സജീവമായി പ്രവർത്തിച്ചതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ നേരത്തെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സൂഫി ധാരയുടെ ഒരു പ്രഭാവം 15 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മലബാറിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയത്ത് മഖ്ദൂമുമാരിലൂടെ ഇവിടെ വരുന്ന ഒരു സ്കോളാസ്റ്റിക് സൂഫിസത്തിൻ്റെ ഒരു പ്രഭാവം സൂഫിസത്തിൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അതിലൂടെ വളരെ വ്യാപകമായി തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഒരു പണ്ഡിത നേതൃത്വത്തിലൂടെയുള്ള ആ ഒരു സൂഫിസത്തിൻ്റെ ശ്രേണികൾ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു ശ്രേണിയിൽ നമ്മൾ പുതുതായിട്ട് ഒരു പഠനത്തിൻ്റെ ഭാഗമായി തസൗഫിനെ സമീപിക്കുമ്പോൾ കേരളത്തിലെ ആ ഒരു സംവിധാനങ്ങളെ രീതികളെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു ഹലറമി സൂഫി സാന്നിധ്യം 1700കളോടെ വളരെ സജീവമായിട്ട് മലബാറിൽ ഇടപെടുന്നത് കാണാൻ സാധിക്കുന്നു. അവിടെയാണ് മമ്പുറം തങ്ങന്മാരുടെ ആത്മീയ മേഖലകളിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്. മമ്പുറം തങ്ങളുടെ ജീവിതം നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആത്മീയമായിട്ട് അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് സമീപിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മലബാറിലെത്തുമ്പോഴും ഇവിടുത്തെ പല പ്രമുഖരുമായും ബന്ധപ്പെടുന്നു എന്നുള്ളതോടൊപ്പം ഒരു ഗ്ലോബൽ കണക്ഷനുകളാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ പലപ്പോഴും നിലനിർത്തിയിരുന്നത് എന്നുള്ളതാണ് സത്യം. മാത്രവുമല്ല മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ഓരോ സമീപനങ്ങളും നിലപാടുകളും അത് ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം നിലനിർത്തിയിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായ ജീവിതം നയിക്കുന്നവരായിരുന്നു ഭൂരിഭാഗവും. ഒരു ജന്മി കുടിയാൻ സംവിധാനത്തിൽ ഭൂരിപക്ഷം 90% മാപ്പിളമാരും ആ ഒരു കുടിയാൻ ജീവിത പരിസരത്തിൽ വളരെ ദരിദ്ര ജീവിതം അനുഭവിക്കുന്നവരാണ്. ഇവർക്ക് ഒരു ഇസ്ലാമികമായ അനുഭവം സാധ്യമാക്കുന്നത് ശരിക്കും മമ്പുറം തങ്ങന്മാരുടെ ഏറനാടിൻ്റെ ഉൾപ്രദേശത്തിലുള്ള സജീവമായ ഇടപെടലുകളാണ് എന്നുള്ളതാണ് വസ്തുത. മമ്പുറം തങ്ങന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ ഏറനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ നിരന്തരം സഞ്ചരിക്കുകയും ജനങ്ങളെ ആത്മീയമായി സമുദ്ധരിക്കുകയും അവർക്ക് മതബോധം നൽകുകയും മാത്രമല്ല പള്ളികൾ നിർമ്മിച്ച് അവർക്ക് ഒരു സംഘടിത ജീവിതത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മമ്പുറം തങ്ങളുടെ ആത്മീയ ഒരു തസവുഫിൻ്റെ ലോകത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഖാദിരി ബാ അലവി സരണിയാണ് അവർ പിൻപറ്റിയിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും എന്ന് കാണാം. മൗലദ്ദവീല എന്ന അവരുടെ ഒരു
സയ്യിദ് കബീലയുടെ ഭാഗമായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പ്രചാരം നേടിയ ഖാദിരി സരണിയുടെ ഉപശാഖയായ ആ ഒരു ബാലവി ധാരയിലാണ് സയ്യിദ് അലവി തങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനിയിലൂടെ കടന്നു വരുന്ന ആ ഒരു ധാരയിൽ അതിൻ്റെ തസവൂഫിൻ്റെ ആത്മീയ ലോകവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ തസവൂഫിൻ്റെ ഒരു ആക്ടിവിസ പരിസരത്തിലിരുന്നു കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു സയ്യിദ് അലവി തങ്ങൾ. നമുക്കറിയാം, ശരിക്കും തസവൂഫ് എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ നാനാതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർവ്വബന്ധങ്ങളെയും കടപ്പാടുകളെയും പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുന്ന ശരീഅത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശരിക്കും തസവൂഫ് അതൊരു ആക്ടിവിസം കൂടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സൂഫികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ ഒരേ സമയം ആത്മീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു സമൂഹത്തിൻ്റെ സമുദ്ധാരണ പ്രക്രിയയിലും വിദ്യാഭ്യാസ വൽക്കരണത്തിലും എല്ലാം അതോടൊപ്പം യുദ്ധമേഖലകളിലുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങളും ഇടപെട്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേ ഒരു ധാരയിലാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെയും ആ ഒരു തസവൂഫിൻ്റെ ആത്മീയതയുടെ വഴി നമ്മൾ കണ്ടെത്തുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ത്യയിൽ വളരെ തസവൂഫിൻ്റെയും സാമൂഹിക പരിഷ്കരണ മേഖലയിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവിയെ പോലെ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ പോലെ ഇസ്ലാമിക പോരാട്ട ചരിത്രത്തിലും ആത്മീയ മേഖലയിലും ശ്രദ്ധിക്കപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള വളരെ വേറിട്ട, അതോടൊപ്പം സമൂഹത്തിൻ്റെ സംസ്കരണ മേഖലയിൽ അതിൻ്റെ വളരെ ബേസ്മെൻറ്റിൽ നിന്ന് തന്നെ പ്രവർത്തനം തുടങ്ങിയ ഒരു നേതൃത്വമായിട്ടാണ് സയ്യിദ് അലവി തങ്ങൾ മലബാറിൽ പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു പ്രവർത്തന വഴിയിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു തലമുറ തന്നെ മലബാറിലും പ്രത്യേകിച്ച് ഏറനാടിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ, വിവിധ സാദാത്തുക്കൾ, മാത്രവുമല്ല ഇവിടുത്തെ പ്രമാണിമാരും മാപ്പിള ജന്മിമാർ പോലും മമ്പുറം തങ്ങളുടെ കൽപ്പനകളെയും ശാസനകളെയും മാനിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അന്നത്തെ കാളിമാരടക്കം മമ്പുറം തങ്ങന്മാരുടെ ആശീർവാദവും മമ്പുറം തങ്ങന്മാരുടെ ശിഷ്യത്വവും നേടി ജീവിച്ചവരായിരുന്നു. അന്ന് മലബാറിലെ മാപ്പിളമാരുടെ വളരെ ശ്രദ്ധേയമായൊരു നേതാവായിരുന്നു ഉമർ ഖാളി. ഉമർ ഖാളി മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ആത്മീയ മേഖലയിലെ ശിഷ്യൻ എന്ന് മാത്രമല്ല, സദാ അദ്ദേഹത്തോടൊപ്പം തൻ്റെ മാർഗദർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും തൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു. ഔക്കോയ മുസ്ലിയാരെ പോലെയും പയ്യനാട് ബൈത്താൻ മുസ്ലിയാരെ പോലെയും ഹുസൈ ഹാജിയെ പോലെ ഒരു വലിയ തലമുറ തന്നെ, മലബാറിലെ ആത്മീയ മേഖലയിൽ നിറഞ്ഞു നിന്ന വലിയൊരു തലമുറ തന്നെ, അവർക്ക് ആത്മീയ വെളിച്ചവും തസവൂഫിൻ്റെ പ്രഭാവവും പകർന്നിരുന്നത് മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്. ഒരു ഖുതുബുസ്സമാൻ എന്നുള്ള അർത്ഥത്തിലേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ആത്മീയ മേഖലയിൽ ഏറ്റവും ഉന്നതമായൊരു വ്യക്തിത്വമാണ് ശരിക്കും ഖുതുബ് എന്ന് പറയുന്നത്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക്, ആത്മീയ തലത്തിലേക്ക് ഉയർന്നു വന്നിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മമ്പുറം തങ്ങളെക്കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് മൗലിദുകളും ഹാജിയോഗ്രാഫികളും തയ്യാറാക്കിയ അനവധി പേര് ചരിത്രത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മദീനയിലെ മുഫ്തിയായിരുന്ന ഉമറുൽ ബർ. അദ്ദേഹം എഴുതിയ മൗലിദ് ഫി മനാഖബി സയ്യിദ് അലവിൽ മംഫ്രമി എന്ന പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലും, അതേപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മമ്പുറം തങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വളരെ ബൃഹത്തായി തയ്യാറാക്കിയ അന്നഫത്തുൽ ജലീല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും തങ്ങളുടെ ആത്മീയ പ്രഭാവങ്ങളെക്കുറിച്ചും സഞ്ചാരത്തെക്കുറിച്ചും വളരെ വിശദമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട്. മമ്പുറം തങ്ങളുടെ മലബാറിലെയും അതോടൊപ്പം അവരുടെ പുറത്തുമുള്ള യാത്രകളാണ് അവരുടെ ഒരു ആത്മീയ സംസ്കരണ മേഖലയായിട്ട്, ഒരു വഴിയായിട്ട് നമുക്ക് കാണുന്നത്. മലബാറിൽ അന്ന് മാപ്പിളമാർക്കിടയിലും പൊതുവെ ജനങ്ങൾക്കിടയിലും വ്യാപിച്ചിരുന്ന ഒരുപാട് ദുരാചാരങ്ങൾക്കെതിരെ, അവരുടെ വിവരമില്ലായ്മകൾക്കെതിരെ കൃത്യമായ തിരുത്തുകൾ നൽകാൻ മമ്പുറം തങ്ങൾക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ ഇവിടുത്തെ മാപ്പിളമാരെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും നിരന്തരം സംസ്കരിക്കാനും അവരെ നല്ല ഒരു ഉത്തമ സ്വഭാവത്തിലേക്കും ഒരു ഉത്തമ സമുദായമാകുന്ന വിധത്തിലേക്കും അവരെ വളർത്തിക്കൊണ്ടുവരാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നിരന്തരമായ വിവിധ രൂപത്തിലുള്ള സംസ്കരണ പ്രക്രിയകൾ തൻ്റെ ജീവിതത്തിലുടനീളം നിർവഹിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തങ്ങളുടെ ഈ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടും ആ ഒരു കരിഷ്മാറ്റിക് ലീഡർഷിപ്പ് കൊണ്ടും തങ്ങളുടെ ഒരു ആത്മീയ
മേന്മ കൊണ്ടും മതജാതിഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രം. തങ്ങളെ തേടി വരുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള പരാതികളുമായി വരുന്നവർക്ക് അവരുടെ മുഖം നോക്കി ലക്ഷണം പറയാനും അവരുടെ മുഖം നോക്കി അവരുടെ രോഗങ്ങൾ നിർണ്ണയിക്കാനും തങ്ങൾക്ക് സാധിച്ചിരുന്നു. തങ്ങളുടെ ചരിത്രത്തിൽ അനവധി സംഭവങ്ങൾ ഇത്തരം നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ഒരു ഗ്ലോബൽ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഒരു ഖുതുബുസ്സമാൻ എന്നുള്ള തലത്തിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ആത്മീയ ശിക്ഷണവും നേതൃത്വവും ഇടപെടലുകളും അവരുടെ ഒരുപാട് കറാമത്തുകളിൽ നമുക്ക് നിറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കറാമത്തുകളെ ഒരു സാമൂഹിക തലത്തിൽ അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്ര തലത്തിൽ വെച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഇടപെടലുകൾ ഭൂഖണ്ഡങ്ങൾ കടന്ന് അതല്ലെങ്കിൽ രാജ്യങ്ങൾ കടന്ന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അവിടെയാണ് ഒരു ഖുതുബുസ്സമാൻ എന്നുള്ള ഒരു പദവിയിലേക്ക് നമ്മൾ മമ്പുറം തങ്ങളെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ഹദറമി സൂഫി ആ ഒരു ട്രഡീഷൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതും കേരളത്തിൽ ഇന്ന് പോലും നമുക്ക് വളരെ സജീവമായി കാണാൻ സാധിക്കുന്ന ദർഗകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മക്കാമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സൂഫി ഒരു ആത്മീയ സാന്നിധ്യവും ആ ഒരു ട്രഡീഷനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവണതകളും ഒരു യമനി ടച്ച് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വളരെ പ്രചാരകരും പ്രബോധകരും അതിൻ്റെ ആ ഒരു സംഭവത്തിന് നമുക്ക് മലബാറിന് പരിചയപ്പെടുത്തുന്നവരായിട്ട് മുമ്പിലുണ്ടായിരുന്നത് അത് മമ്പുറം സയ്യിദ് അലവി തങ്ങളും ആ ഒരു ഹദറമി സൂഫി ട്രഡീഷൻ തന്നെയായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ഒരു അർത്ഥത്തിൽ സയ്യിദ് അലവി തങ്ങളെ വിലയിരുത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മലബാറിലെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഇമ്പാക്റ്റും അതിൻ്റെ സ്വാധീനവും അതിൻ്റെ ആഴവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാളി എന്നുള്ളതിലപ്പുറം ഒരു പരിഷ്കരണ പ്രബോധകൻ എന്നുള്ളതിലപ്പുറം ഒരു സൂഫി എന്നുള്ള നിലക്കാണ് മലബാറിൽ ശരിക്കും മമ്പുറം തങ്ങൾ തൻ്റെ ജീവിതം അടയാളപ്പെടുത്തിയിരുന്നത്.